പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നോട് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് എപ്പോഴും പഴയ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഓർക്കുക. അപ്പോഴൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷനും വിഷമവും ഒക്കെ തോന്നുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില ഹാപ്പി മൊമെന്റ്സ് ഉള്ളതും ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണല്ലോ, ഹാപ്പി മൊമെന്റ്സ് ഒക്കെ പെട്ടെന്ന് ഹൈഡ് ചെയ്ത് വെക്കും. എന്തോ ബ്രെയിനിന് സ്ട്രെസ് എടുക്കാൻ വലിയ താല്പര്യം ഉള്ളതുപോലെ സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ. പക്ഷെ കഴിഞ്ഞു പോയ നെഗറ്റീവ്സ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, തനിച്ചായി പോയല്ലോ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളോട് നെഗറ്റീവ് ചെയ്തവരെ എപ്പോഴും നമ്മൾ ഓർക്കണം. അത് ഓർത്തോർത്ത് ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയ സ്ട്രെങ്ത്തും നമ്മൾ ഇന്ന് നിൽക്കുന്ന നിലയും ഒക്കെ അവർ കാരണം ഉണ്ടായതാണ്. അന്ന് അവരൊക്കെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ അടച്ചുകുത്തിയിരുന്നേ. അതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞവരോട് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കണം. പിന്നെ വേറൊരു കാര്യം, എന്നെ എപ്പോൾ കണ്ടാലും ചില ആളുകൾക്ക് ചോദിക്കാനുള്ളത് ജോലിയായില്ലേ എന്താണ്. ഞാനിങ്ങനെ ചില്ലടിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അതൊന്നുമല്ല, നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടുള്ള അങ്കലാപ്പാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം. എന്റെ 24 വയസ്സ് വരെയും എന്നെ കുറിച്ച് ആരും ആദ്യം ഇളകി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടും ആദ്യം ഇളകാൻ എനിക്ക് പ്രത്യേകിച്ച് ആൾക്കാരെയൊന്നും വേണ്ട. കാരണം ആദ്യം ഇളകാനും സ്ട്രെസ് അടിക്കാനും ഒക്കെ ഞാൻ തന്നെ ധാരാളം. അതുകൊണ്ട് ഒരാൾ കൂടെയുള്ള വേക്കൻസി തൽക്കാലം എന്റെ കയ്യിലില്ല. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചോയ്സ്. ജോലി ചെയ്ത് തീർക്കണോ വീട്ടിലിരുന്ന് തീർക്കണോ എന്നൊക്കെ നിങ്ങളുടെ സ്വന്തം ചോയ്സ്. ബേസിക് ചോയ്സിൽ പോലും മറ്റുള്ളവരെ ഇടപെടുത്തുന്നത് നിങ്ങളുടെ തെറ്റ്. ഇടപെടുത്തിയിട്ട് പിന്നെ അയ്യോ പൊത്തോ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കഥയും ഇല്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അതങ്ങ് ആസ്വദിച്ച് തീർക്കണം എന്ന് പറയുന്നവരോട് ഒരു കാര്യം. ഒക്കെ വളരെ നല്ലതാണ്, പക്ഷേ അത് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ അതൊരു ജീവിതം ആവുമോ? നമ്മൾ മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം കംപ്ലീറ്റ് ആവാന്നാണ് എൻ്റെ ഒരു തോട്ട്. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തെ എനിക്ക് കുലം എന്നായിരുന്നു ഇരട്ട പേരുണ്ടായിരുന്നത്. അതിന്റെ ഫുൾ ഫോം കുലസ്ത്രീ എന്നാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ആൾക്കാർ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ബിക്കോസ് ദിസ് ഈസ് മീ ആൻഡ് ദീസ് ആർ മൈ തോട്ട്സ്.